എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കേറെ സുപരിചിതനായ നടനാണ് സൽമാനുൽ ഫാരിസ്. ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും സി കേരളം സീരിയലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഴി രണ്ടിലും എന്ന പരമ്പരയിലെ സഞ്ജു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. സഞ്ജു എന്ന കഥാപാത്രം പ്രേക്ഷകരെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു. പരമ്പരയിലെ നായികയായി എത്തിയത് മേഘ മഹേഷ് ആയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും സൽമാനുൽ ഫാരിസ് പിന്മാറിയത്. ആ വാർത്ത പ്രേക്ഷകരെ വല്ലാതെ വേദനിപ്പിച്ചു. ശേഷമാണ് താൻ പിന്മാറിയതല്ലെന്നും എന്നെ പരമ്പരയിൽ നിന്നും മാറ്റിയതാണെന്നും താരം തന്നെ വെളിപ്പെടുത്തിയത്. എന്നാൽ കഥയിലെ സഞ്ജുവും അമ്മുവും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. സീരിയൽ ലോകത്തു നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമാകുന്നു. ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാനുൽ മേഘ താര ജോഡികൾ ജീവിതത്തിലും ഒന്നാകുന്നു. സൽമാനുൽ ആണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാനിലേക്ക് ഞങ്ങൾ മാറുന്നു എന്ന ക്യാപ്ഷനിലാണ് ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. PS അതും എന്നും എപ്പോഴും. #സഞ്ജു ലച്ചു, #സി കേരളം, #മിഴി രണ്ടിലും എന്നും സഞ്ജു കുറിച്ചു. #ഫോർ ദ ലവ് ഓഫ് സൽമാൻ, #സൽമി, #സൽമാൻ മേഘ, #സഞ്ജു ലച്ചു, #സൽമേഘ, #അൽഹംദുലില്ല തുടങ്ങി നിരവധി ഹാഷ്ടാഗുകളോടെ പങ്കിട്ട ചിത്രങ്ങളും കുറിപ്പും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ, ഏതെങ്കിലും സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യം. എന്നാൽ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകൾ ലഭിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാനുൽ. സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്ത മിഴി രണ്ടിലും എന്ന സീരിയലിലൂടെയാണ് സൽമാനുൽ പ്രശസ്തനായത്. നായിക മേഘയായിരുന്നു. ബാലതാരമായ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് മേഘ മഹേഷ്. പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു തുടക്കം. നായികയായി അഭിനയിക്കുന്ന ആദ്യ സീരിയലിൽ മിഴി രണ്ടിലും തന്നെയാണ്. അതേസമയം സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഴി രണ്ടിലും എന്ന സീരിയലിലെ നായക കഥാപാത്രമായ സഞ്ജുവിനെ അവതരിപ്പിച്ചിരുന്നത് സൽമാനായിരുന്നു. അതെന്തുകൊണ്ടാണ് സൽമാൻ ഫാരിസ് സഞ്ജുവിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു. മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ സൽമാൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് വരെ വാർത്തകൾ വന്നു. എന്നാൽ ഇതിനെതിരെ വിശദീകരണവുമായി സൽമാൻ തന്നെ രംഗത്തെത്തി. മുൻ സഞ്ജുവിന്റെ വിശദീകരണം എന്ന് പറഞ്ഞായിരുന്നു സൽമാൻ ഇൻസ്റ്റഗ്രാം ലൈവിലെത്തിയത്. സീരിയലിൽ നിന്ന് ഞാൻ പിന്മാറിയതല്ല, എന്നെ മാറ്റിയതാണ് എന്നായിരുന്നു അന്ന് സഞ്ജു വ്യക്തമാക്കിയത്. ആർട്ടിസ്റ്റുകളുടെ സീരിയൽ ഷെഡ്യൂൾ പ്രകാരം മാസത്തിലെ ആദ്യത്തെ 15 ദിവസമാണ് ഡേറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 16 മുതൽ 30 വരെയുള്ള ഡേറ്റ് നൽകും. മാസത്തിന്റെ പകുതി ഒരു സീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 15 ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം. മറ്റൊരു സീരിയൽ ഏറ്റെടുത്താലും വിഷയമില്ല. പക്ഷെ ഞങ്ങൾ മിഴി രണ്ടിലും സീരിയലുകളിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആരും മറ്റ് സീരിയലുകളിലൊന്നും കമ്മിറ്റഡ് ആയിരുന്നില്ല. പൊതുവെ എഴുത്തുകാരൻ കഥയുടെ 1 ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ചാനലിന്റെ അപ്രൂവ് വാങ്ങിയതിനു ശേഷം കഥ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ 1 ലൈൻ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് ഡേറ്റ് വാങ്ങുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ എഴുത്ത് സ്ലോ ആണ്. അത് കാരണം ഷൂട്ട് 15 വരെ എന്നുള്ളത് 20 വരെയൊക്കെ പോകും. ഞങ്ങൾ ആരും മറ്റ് സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാത്തത് കാരണം ആ വിഷയത്തിൽ പ്രശ്നമില്ലാതിരുന്നു. എന്നാൽ ഇടയിൽ എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ വന്നു. ഉമ്മച്ചിക്ക് സുഖമില്ലാതെ ആയപ്പോൾ വരുമാനം കൂട്ടണമെന്ന ഘട്ടമെത്തി. എന്റെ ടീമിന്റെ സമ്മതത്തോടെയാണ് മറ്റൊരു സീരിയലിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്തത്. അങ്ങനെ സൺ ടിവിയിൽ ഒരു നല്ല പ്രോജക്റ്റ് വന്നു. അതിന്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എന്റെ ടീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം, എനിക്ക് തമിഴ് സീരിയലും ചെയ്യണമെന്ന്. പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചത്. പക്ഷേ തമിഴ് സീരിയലിൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ എഴുത്ത് കഴിഞ്ഞില്ല. അത് കാരണം പലതവണ തമിഴ് ടീമിനോട് ഡേറ്റ് മാറ്റി ചോദിക്കേണ്ടി വന്നു. തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിന്റെ ടീമിനോട് ഒഴിവുകഴിവുകൾ പറയുന്നത് ഒരു ബാഡ് ഇംപ്രഷനാണ്. എന്നിട്ടും 4-5 തവണ ഞാൻ ഡേറ്റ് മാറ്റി. എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല. അവസാന ഘട്ടം എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടുപോകാം എന്ന് മിഴി രണ്ടിലും ടീം പറഞ്ഞു. പക്ഷെ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ട് പോകില്ല. അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്ക് ആകും. ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കേണ്ടി വരും. അത് പരിഹരിക്കാനാണ് അഡീഷണലായി ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലത്രേ. നായകനെ മാറ്റാമെന്നാണ് അവർ സജഷനായി പറഞ്ഞത്. അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. സഞ്ജു എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായിരുന്നു. അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത്. മാറ്റുന്ന കാര്യം എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് എന്നും കണ്ണുനീർ കൊണ്ട് സൽമാൻ പറഞ്ഞു.